ഡാർക്ക് നെറ്റിലെ ലഹരി കച്ചവടത്തിനായി എഡിസൺ ബാബു വീട്ടിലൊരുക്കിയത് പ്രത്യേക സജ്ജീകരണങ്ങൾ. അറസ്റ്റിലാകുന്നതിന് തൊട്ടുമുമ്പും എഡിസൺ ചേലാട് പോസ്റ്റ് ഓഫീസ് വഴി ലഹരി മരുന്ന് പാഴ്സൽ അയച്ചു. ഈ കേസിൽ വാഗമൺ സ്വദേശി ഡിയോൾ കൂടി പിടിയിലായതോടെ ആകെ അറസ്റ്റിലായവർ 3 ആയി. ഡാർക്ക് നെറ്റിൽ ലഹരി കച്ചവടം നടത്തിയ കേസിൽ NCB അറസ്റ്റ് ചെയ്ത എഡിസൺ വമ്പൻ സ്രാവെന്നാണ് NCB വൃത്തങ്ങൾ പറയുന്നത്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദം നേടിയ എഡിസൺ ബാംഗ്ലൂരിലും പൂനെയിലും ജോലി ചെയ്യുന്ന സമയത്ത് തന്നെ ലഹരി കച്ചവടം ആരംഭിച്ചിരുന്നു. പിന്നീട് ആലുവയിൽ ഹോട്ടൽ ആരംഭിച്ചു. കോവിഡ് സമയത്ത് ഹോട്ടൽ പൂട്ടി. ഇതിനുശേഷമാണ് ഡാർക്ക് നെറ്റ് വഴി ലഹരി കച്ചവടം ആരംഭിച്ചത്. ഈ കച്ചവടത്തിലെ കൂട്ടുകാരായിരുന്നു അറസ്റ്റിലായ അരുൺ തോമസ്, ഡിയോൾ എന്നിവർ. വീട്ടിൽ മാത്രം ഒതുങ്ങിക്കൂടിയിരുന്ന എഡിസൺ പാവമെന്ന ഇമേജ് നാട്ടിൽ സൃഷ്ടിച്ചു. എന്നാൽ ഈ ഒതുങ്ങിക്കൂടൽ ലഹരി കച്ചവടത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിരുന്നു. 2 മാസമാണ് NCB സംഘം മൂവാറ്റുപുഴയിൽ എഡിസനെ നിരീക്ഷിക്കാനായി താമസിച്ചത്. സ്വന്തം മുറിയിൽ കച്ചവടത്തിനായി വലിയ സാങ്കേതിക സൗകര്യങ്ങളാണ് പ്രതി ഒരുക്കിയിരുന്നത്. ഇതേ മുറിയിൽ നിന്നാണ് 35 ലക്ഷം രൂപയുടെ മയക്കുമരുന്ന് പിടികൂടിയത്. ക്രിപ്റ്റോ കറൻസി ഇടപാട് പിടികൂടാതിരിക്കാൻ ഇടപാടുകൾ പിടിക്കപ്പെടാൻ സാധ്യത കുറവുള്ള മൊണേറോ കറൻസിയായിരുന്നു എഡിസൺ ഉപയോഗിച്ചത്. വീട്ടിൽ വെച്ച് NCB നടത്തിയ ചോദ്യം ചെയ്യലിൽ തന്നെ എഡിസൺ കുറ്റസമ്മതം നടത്തി. കേരളത്തിൽ വേരുറപ്പിച്ച് രാജ്യവ്യാപക ലഹരി ശൃംഖലയായിരുന്നു എഡിസന്റെ സ്വപ്നമെന്ന് ഉദ്യോഗസ്ഥരോട് പ്രതി സമ്മതിച്ചിട്ടുണ്ട്. S. ശ്യാംകുമാർ, 24, കൊച്ചി.